ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വോൾട്ടേജ് ഡ്രോപ്പിനെ പറ്റിയിട്ടാണ്. ഇലക്ട്രിക്കലിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും കേട്ട് പരിചയമുള്ളൊരു ടൈമാണ് ഈ പറയുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. സോ വോൾട്ടേജ് ഡ്രോപ്പ് എന്താണ്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് വോൾട്ടേജ് ഡ്രോപ്പിനെ ബാധിക്കുന്നത്, ഇനി വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ഈ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് പ്രാക്ടിക്കൽ സൈഡിൽ നമുക്കത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഇതൊരു മോട്ടറാണ്. മോട്ടറിൻ്റെ പവർ സപ്ലൈ നമ്മൾ കൊടുക്കുന്നത് ഒരു 50 മീറ്റർ ദൂരത്തു നിന്നാണെന്ന് വിചാരിക്കുക. നമുക്ക് വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു 50 മീറ്റർ മാറിയാണ് നമ്മുടെ മോട്ടർ ഇരിക്കുന്നത്. സോ ഈ മോട്ടർ നമ്മൾ കണ്ടിന്യൂസ് റൺ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്നത് ഒരു 3 ഫേസ് മോട്ടറാണെന്ന് വിചാരിക്കാം. സോ ഇവിടെ നിന്ന് ഒരു 415 വോൾട്ടേജ് ആയിരിക്കുള്ളൂ നമ്മുടെ സോഴ്സിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ മോട്ടറിൻ്റെ ടെർമിനൽ സൈഡിൽ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം അതൊരു 415 വോൾട്ടേജ് ഉണ്ടാവില്ല, ഒരു 408 അല്ലെങ്കിൽ 409 വോൾട്ടേജൊക്കെ ഉണ്ടാവുള്ളൂ. സോ ഇതിനിടയ്ക്ക് ഒരു വോൾട്ടേജ് ലോസ് ആയിട്ടുണ്ട്. ആ ഒരു വോൾട്ടേജ് ലോസിനെയാണ് നമ്മൾ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ആ ഒരു തിയറിറ്റിക്കൽ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സിമ്പിൾ സർക്യൂട്ടാണ്. 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്. അതൊരു ബാറ്ററി ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ്. ഇതൊരു 12 വോൾട്ടേജ് ബാറ്ററി സപ്ലൈ ആണ്. നമുക്ക് റെസിസ്റ്റൻസ് എല്ലാം ഒരു 3 ഓംസിൻ്റെ റെസിസ്റ്റേഴ്സാണ്. സോ ഈ ഒരു സർക്യൂട്ട് വെച്ചിട്ട് നമുക്ക് ഈ വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ ആ ഒരു തിയറിറ്റിക്കൽ സൈഡ് മനസ്സിലാക്കാം. ഇതൊരു സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്ന സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൂടി പോകുന്ന കറണ്ട് എന്ന് പറയുന്നത്, അതായത് ഈ 3 റെസിസ്റ്റേഴ്സ് കൂടി പോകണമെങ്കിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കുള്ളൂ. സോ ആ ഒരു കറണ്ട് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കതിന് ഓംസിൽ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. I is equal to V/R, which is equal to, ഇതിനകത്ത് നമുക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത് 12 വോൾട്ടാണ്, ഡിവൈഡഡ് ബൈ സീരീസ് റെസിസ്റ്റൻസിൻ്റെ സം എന്ന് പറയുന്നത് 9 വോൾട്ട് വരും, 9 ഓംസ് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു നമുക്കൊരു 4/3 എന്ന് എഴുതാം. കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് 4/3 എന്ന് തന്നെ എഴുതാം. ഇപ്പോൾ നമ്മൾ ഈ സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള വോൾട്ടേജിൻ്റെ ആ ഒരു ഫ്ലോയുടെ കേസ് കൂടി നമുക്ക് നോക്കാം. നമ്മൾ 12 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്തിരിക്കുകയാണ്. 3 റെസിസ്റ്റർ ഉണ്ട്. ഇവിടെ നിന്ന് വോൾട്ടേജ് പാസ് ചെയ്ത് ഈ ഒരു റെസിസ്റ്ററിനെ ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് എനർജി അതിന് യൂസ് ചെയ്യേണ്ടി വരും. ആ ഒരു റെസിസ്റ്റൻസിനെ ക്രോസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് കുറച്ച് എനർജി യൂസ് ചെയ്യേണ്ടി വരും. സോ ഇവിടെ ചെറിയൊരു വോൾട്ടേജ് ലോസ് ഉണ്ടാവും. നമ്മുടെ ആ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അതിനുശേഷം ഇപ്പോഴത്തെ രണ്ടാമത്തെ റെസിസ്റ്ററിനെ ക്രോസ് ചെയ്യുമ്പോൾ വീണ്ടും കുറച്ച് വോൾട്ടേജ് ലോസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് മൂന്നാമത്തെ റെസിസ്റ്ററിനെ ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും വോൾട്ടേജ് ലോസ് ഉണ്ടാവും. ഈ ഒരു വോൾട്ടേജ് ലോസൊക്കെ നമുക്ക് സംഭവിച്ചിട്ട് ബാക്കിയുള്ള വോൾട്ടേജ് ആയിരിക്കും തിരിച്ചിങ്ങോട്ട് വരുന്നത്. ഇനി ആ ഒരു വോൾട്ടേജ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 2 പോയിൻ്റ് തമ്മിലുള്ള ആ ഒരു വോൾട്ടേജ് എത്രയാണോ, ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണോ, അത് ഈ വോൾട്ട് മീറ്ററിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതല്ലാതെ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്കറിയാം, ഇതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ നമുക്കറിയാം. സോ വോൾട്ടേജ് കണ്ടുപിടിക്കാനായിട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു V/R, വിച്ച് ഈസ് ഈക്വൽ ടു കറണ്ട് നമ്മൾ ഓൾറെഡി ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4/3 ഇൻറ്റു ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 3, വിച്ച് ഈസ് ഈക്വൽ ടു 4 വോൾട്ട്. സോ 4 വോൾട്ട് ആയിരിക്കുമ്പോൾ ഈ റെസിസ്റ്റൻസിൻ്റെ അപ്പുറമുള്ള പോയിൻ്റ് തമ്മിൽ വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 വോൾട്ട് ആയിരിക്കുള്ളൂ. അതിൻ്റെ അർത്ഥം ആ 4 വോൾട്ട് ഇവിടെ ഡ്രോപ്പായി എന്നാണ്. ഇവിടെ നിന്ന് വരുന്ന 12 വോൾട്ടിൽ 4 വോൾട്ട് ഇവിടെ ഡ്രോപ്പായി. അതിന് ശേഷമുള്ള വോൾട്ടേജ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് ശരിക്കും അവൈലബിൾ ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 8 വോൾട്ടാണ്. ക്ലിയർ ആയിരിക്കുന്നു. 12 വോൾട്ട് വരുന്നുണ്ട്, 4 വോൾട്ട് അവിടെ ഡ്രോപ്പായി. ശേഷം ഇവിടെ 8 വോൾട്ട് ഉണ്ട്. സെയിം തന്നെ 3 ഓം റെസിസ്റ്റൻസ് ആണ് ഇപ്പുറത്തുള്ളത്. സോ ഇവിടെയും നമുക്കൊരു 4 വോൾട്ടിൻ്റെ ഡ്രോപ്പ് ഉണ്ടാവും. ശേഷം ഇവിടെ വരുന്നത് വീണ്ടും 4 വോൾട്ട് ആയിരിക്കുള്ളൂ. അതിനുശേഷം മൂന്നാമത്തെ റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ അവിടെയും ഒരു 4 വോൾട്ട്. കാരണം എല്ലാത്തിലൂടെ പാസ് ചെയ്യുന്ന സെയിം കറണ്ട് തന്നെയാണ്, റെസിസ്റ്റൻസിൻ്റെ വാല്യൂം സെയിം ആണ്. സോ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ഈ കേസിൽ സെയിം ആയിരിക്കുള്ളൂ. സോ നമുക്ക് ഈ ഒരു ബാക്കി ഉണ്ടായിരുന്ന 4 വോൾട്ടും ഇവിടെ ഡ്രോപ്പ് ആവുകയും ശേഷം 0 വോൾട്ട് ആയിരിക്കുള്ളൂ ഈ ഒരു പോയിന്റിൽ നമുക്ക് ഉണ്ടാകുന്നത്. ഇനി നമ്മൾ 3ൻ്റെയും വോൾട്ടേജ് ലോസ്, അതായത് വോൾട്ടേജ് ഡ്രോപ്പ് സെപ്പറേറ്റ് ആയിട്ടൊരു വോൾട്ട് മീറ്റർ വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു 0 വോൾട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ആ റിട്ടേൺ നമ്മളിവിടെ ഗ്രൗണ്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. ഗ്രൗണ്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്യൂർ 0 വരാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഒരു വോൾട്ടേജ് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടായി പോകും.
സോ ഇവിടെ നമുക്ക് എന്തായാലും കൺഫേം 0 ആണ്. ഇനി ഈ ഒരു 0 പോയിൻറ്റും ഈ ഒരു പോയിൻറ്റും നമ്മൾ ഈ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് കാണിക്കുന്ന വോൾട്ടേജ് 12 വോൾട്ട് ആയിരിക്കുള്ളൂ. കാരണം ഇതിന് മുമ്പായിട്ട് വേറെ റെസിസ്റ്റേഴ്സ് ഒന്നുമില്ല. സോ ഇവിടെ ഒന്നും വേറെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുന്നില്ല. ഫസ്റ്റ് വോൾട്ടേജ് ഡ്രോപ്പ് വരുന്നത് ഇവിടെയാണ്. അതിന് മുമ്പുള്ള പോയിന്റിലാണ് നമ്മളിപ്പോൾ വോൾട്ട് മീറ്ററിൻ്റെ ഒരു പോയിന്റ് കണക്ട് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് പോയിന്റ് 0ലേക്കാണ്. സോ നമുക്ക് അവിടെ ഒരു 12 വോൾട്ട് ആയിരിക്കുള്ളൂ കാണിക്കുന്നത്. ഇനി ഈ ഒരു വോൾട്ട് മീറ്ററിൻ്റെ ആ ഒരു ലീഡ് നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ബാക്കിയുള്ള ആ ഒരു 8 വോൾട്ട്, അതായത് ഇവിടുത്തെ 4 വോൾട്ട് കുറച്ചിട്ട് ബാക്കിയുള്ള 8 വോൾട്ട് ആയിരിക്കുള്ളൂ ഈ രണ്ട് പോയിന്റ് തമ്മിൽ നമുക്കിപ്പോൾ ഉണ്ടാകുന്നത്. സെയിം തന്നെ ഇവിടെയാണ് നമ്മൾ മെഷർ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മളൊരു വോൾട്ട് മീറ്റർ വെച്ച് മെഷർ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ രണ്ട് റെസിസ്റ്റൻസിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ലോസ് അല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് കഴിഞ്ഞിട്ടുള്ള വോൾട്ടേജ് ആയിരിക്കുള്ളൂ നമുക്ക് അത് തമ്മിൽ കാണാൻ പറ്റുന്നത്. സോ ഇവിടെ ഒരു 4 വോൾട്ട് പോയി, സെക്കൻഡ് റെസിസ്റ്ററിലും 4 വോൾട്ട് പോയി, മൊത്തം 12ൽ നിന്ന് 8 വോൾട്ട് പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള 4 വോൾട്ട്, ആ ഒരു 4 വോൾട്ട് ആയിരിക്കുള്ളൂ നമുക്ക് ഈ രണ്ട് പോയിന്റ് തമ്മിൽ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ആ ഒരു വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ ആ ഒരു പ്രാക്ടിക്കൽ സൈഡും തിയററ്റിക്കൽ സൈഡും പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഈ വോൾട്ടേജ് ഡ്രോപ്പ് കൊണ്ടുണ്ടാകുന്ന ആ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ആ വോൾട്ടേജ് ഡ്രോപ്പ് എങ്ങനെയാണ് നമ്മൾ അഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ മോട്ടറിൻ്റെ കേസ് നമ്മളിവിടെ വേണ്ടിയിട്ടുണ്ടാവുന്നത് കൺസിഡർ ചെയ്യണം. ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു സിംഗിൾ ഫേസ് മോട്ടറാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇത് നമ്മുടെ സിംഗിൾ ഫേസ് മോട്ടറാണ്. ഇവിടെ നമ്മളൊരു 230 വോൾട്ട് AC സപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇവിടെ ലാസ്റ്റ് വരുമ്പോഴത്തേക്കും നമുക്കൊരു 220 വോൾട്ട് ഉള്ളതെന്ന് വിചാരിക്കാം. ഒരു 10 വോൾട്ട് ഇതിനിടയ്ക്കുള്ള വോൾട്ടേജ് ഡ്രോപ്പായിട്ട് നമുക്ക് മിസ്സായിട്ടുണ്ട്. സോ ഈ ഒരു കേസിൽ നമുക്ക് യൂസ് ചെയ്ത് വെച്ച മോട്ടർ എന്ന് പറയുന്നത് ഒരു 1 കിലോ വാട്ട്സിൻ്റെ മോട്ടറാണെന്ന് വിചാരിക്കുക. അതായത് 1000 വാട്ട്സിൻ്റെ ഒരു മോട്ടറാണ് നമ്മൾ യൂസ് ചെയ്ത് വെച്ചത്. സോ നമുക്കിവിടെ ഉണ്ടാകുന്ന ആ ഒരു പവറിൻ്റെ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഇതിൻ്റെ ഒരു കറണ്ട് നമുക്കൊന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇതാണ് ആ കാൽക്കുലേഷൻ. 230 വോൾട്ടിലുള്ള കറണ്ടും അതുപോലെ തന്നെ 220 വോൾട്ടിലുള്ള കറണ്ടും കാൽക്കുലേറ്റ് ചെയ്തതാണ്. ഇതിൽ നമ്മൾ പവർ ഫാക്ടർ അല്ലെങ്കിൽ എഫിഷ്യൻസി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷനാണ്. പവർ ഡിവൈഡ് ബൈ വോൾട്ടേജ്. പവർ നമ്മൾ ഓൾറെഡി പറഞ്ഞു 1000 വാട്ട്സ് ആണ്. 1000 ഡിവൈഡ് ബൈ 230 നമുക്കൊരു 4.3 ആംപിയറാണ് വരുന്നത്. അതുപോലെ 220 വോൾട്ട്, അതായത് വോൾട്ടേജ് ഡ്രോപ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു വോൾട്ടേജാണ് 220 വോൾട്ട്. 220 വോൾട്ടിൽ വരുമ്പോഴത്തേക്കും നമ്മൾ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് 4.5 ആംപിയർ വരും. സോ അവിടെ ആ ഒരു ചെറിയ ആംപിയറിലുള്ള ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുകൊണ്ട് ഈ ഒരു 0.2ൻ്റെ വ്യത്യാസം വന്നിട്ടുള്ളൂ. പക്ഷേ പ്രാക്ടിക്കൽ സൈഡിൽ ഈ 0.2 എന്നുള്ളത് ഇതിലേക്ക് താഴേക്കും വരാം, അതുപോലെ തന്നെ മുകളിലേക്കും വരാം. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കേബിളിനെ അത് അഫക്റ്റ് ചെയ്യും. നമ്മൾ യൂസ് ചെയ്യുന്ന കേബിൾ നമ്മൾ കറക്റ്റ് ആംബിയന് വേണ്ടിയിട്ടുള്ള കേബിളാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓവറായിട്ടുള്ള കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും കേബിൾ ചൂടാവാനുള്ള സാധ്യതയുണ്ട്. കേബിൾ സൈസ് നമ്മളൊരു മോട്ടറിന് കണക്ഷൻ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്യുപ്മെൻറ്റ് നമ്മൾ കണക്ഷൻ കൊടുക്കുമ്പോഴോ കേബിൾ സൈസ് എങ്ങനെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ കേബിൾ സൈസ് സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കയറി വാച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ വോൾട്ടേജ് ഡ്രോപ്പ് എന്താണെന്നുള്ളത് നോക്കിയായിരുന്നു. അതുപോലെ തന്നെ വോൾട്ടേജ് ഡ്രോപ്പ് കൊണ്ട് നമുക്ക് സർക്യൂട്ടിലുണ്ടാകുന്ന ആ ഒരു പ്രശ്നം, ഈ ആംബിയറിൻ്റെ ആ ഒരു കൂടുതലും അതുപോലെ തന്നെ കേബിളുണ്ടാകുന്ന ഒരു പ്രോബ്ലംസും നമ്മൾ നോക്കി. ഇനി അടുത്തതായിട്ടുള്ളത് ഈ വോൾട്ടേജ് ഡ്രോപ്പ് എന്തിനേക്കാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ വോൾട്ടേജ് ഡ്രോപ്പ് സംഭവിക്കുന്നത് എന്നുള്ളത്. അതിൽ ഒന്നാമത്തെ ഒരു ഫാക്ടറാണ് മെറ്റീരിയൽ ഓഫ് ദ കണ്ടക്ടർ, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന വയറിൻ്റെ മെറ്റീരിയൽ. നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ ഇൻഡസ്ട്രീസിൽ അലൂമിനിയത്തിൻ്റെയും അതുപോലെ തന്നെ കോപ്പറിൻ്റെയും കേബിൾസ് അല്ലെങ്കിൽ വയേഴ്സ് അവൈലബിൾ ആണ്. അലൂമിനിയം യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ആയിരിക്കില്ല കോപ്പറിൻ്റെ കേബിൾ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ്. കാരണം അലൂമിനിയത്തിൻ്റെ ആ ഒരു റെസിസ്റ്റൻസ് ആയിരിക്കില്ല കോപ്പറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ അതനുസരിച്ച് ഈ പറഞ്ഞ വോൾട്ടേജ് ഡ്രോപ്പും മാറും. രണ്ടാമത്തെ ഫാക്ടറാണ് സൈസ് ഓഫ് ദ കണ്ടക്ടർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന വയറിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ ഈ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത് വരുന്ന ഫാക്ടറാണ് നമ്മളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മളിവിടെ പറഞ്ഞു വീട്ടിൽ നിന്ന് ഒരു 50 മീറ്റർ അകലെ വെച്ചേക്കുന്ന മോട്ടറിൻ്റെ കാര്യം. സോ ഇതിലിപ്പോൾ രണ്ടാമത് അല്ലെങ്കിൽ അതിൽ തന്നെ നമ്മളൊരു 100 മീറ്റർ ആകുമ്പോഴത്തേക്കും വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് വ്യത്യാസം ഉണ്ടാകും. കാരണം 50 മീറ്റർ വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു 50 മീറ്റർ കേബിളിൻ്റെ റെസിസ്റ്റൻസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടിയുള്ളൂ. പക്ഷേ ഒരു 100 മീറ്റർ ആകുമ്പോഴത്തേക്കും ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വീണ്ടും കൂടി. സോ അതനുസരിച്ച് വോൾട്ടേജ് ഡ്രോപ്പും കൂടുതലായിരിക്കുള്ളൂ. നാലാമത്തെ ആ ഒരു ഫാക്ടറാണ് ലോഡ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൻ്റെ അകത്ത് മോട്ടറാണ് നമ്മുടെ ലോഡ്. സോ ഈ ഒരു മോട്ടർ നമ്മൾ വയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഈ മോട്ടറിൻ്റെ റണ്ണിങ്ങിൽ ഇത് എത്ര ആംബിയർ കൺസ്യൂം ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് മാച്ചിങ് ആയിട്ടുള്ള കേബിളായിരിക്കണം നമ്മൾ ഇടേണ്ടത്.
അല്ലാതെ അതിൽ ആ ഒരു കറണ്ട് ക്യാരി ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്തൊരു കേബിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു റണ്ണിങ്ങിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള റണ്ണിങ്ങിൽ ഈ കേബിൾ ചൂടാവുന്നതനുസരിച്ച് ഇതിൻ്റെ റെസിസ്റ്റിവിറ്റി കൂടും, കണ്ടക്ടിവിറ്റി കുറയും. സോ അങ്ങനെ വീണ്ടും ഈ വോൾട്ടേജ് ഡ്രോപ്പ് കൂടും. സോ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഈ ഒരു 4 കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് മെറ്റീരിയൽ ഓഫ് ദ കണ്ടക്ടർ, സൈസ് ഓഫ് ദി കണ്ടക്ടർ, ഡിസ്റ്റൻസ്, ലോഡ്. ഇത്രയും കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടായിക്കുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്തുമാത്രം ഉണ്ടാവുന്നു എന്നുള്ളത് വരുന്നത്. സോ വോൾട്ടേജ് ഡ്രോപ്പ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതും ഈ വോൾട്ടേജ് ഡ്രോപ്പ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് എന്നുള്ളതും പറഞ്ഞത് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്